അങ്ങനെ പഠിപ്പിക്കപ്പെട്ടപ്പോൾ ആളുകൾക്ക് മനസ്സിലായി പടച്ചവനോട് പ്രാർത്ഥിക്കാൻ ഇടയിൽ ഒരാൾ ആവശ്യമില്ല. ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിജയിക്കുമെന്ന് പറഞ്ഞ ആ വിജയം സർവ്വമേഖലകളിലുമുള്ള ഒരു വിജയമാണ്. ആലോചിച്ചു നോക്കൂ, മനുഷ്യന് അവന് മനസ്സമാധാനമില്ലെങ്കിൽ, എന്താണ് വിശ്വാസം എന്നതിന് കൃത്യതയില്ലെങ്കിൽ എവിടെ വിജയം? അവൻ ഇന്നൊരു സ്ഥലത്ത് പോകും, നാളെ വേറൊരു സ്ഥലത്ത് പോകും, മറ്റന്നാൾ വേറെ ഒരു സ്ഥലത്ത് പോകും. അങ്ങനെ ഒരു കേന്ദ്രത്തിൽ നിന്ന് മറ്റൊരു കേന്ദ്രത്തിലേക്ക്, ഒരു കേന്ദ്രത്തിൽ നിന്ന് മറ്റൊരു കേന്ദ്രം, അങ്ങനെ അവൻ പോയിക്കൊണ്ടിരിക്കും. അവസാനം വമൻ യുശ്രിക് ബില്ലാഹി ഫകഅന്നമാ ഖറ മിനസ് സമാ, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവൻ ആകാശത്ത് നിന്ന് വീണവനെ പോലെ. അവനെ പക്ഷികൾ കൊത്തി വലിച്ചു കൊണ്ടുപോകും. ഫതഖ്തഫു തയ്റു ഔ തഹ്വീ ബിഹി റിയഹു ഫീ മക്കാനിൻ സഹീഖ്, അല്ലെങ്കിൽ കാറ്റിൽ അവൻ ഏതോ ദൂരമായ അഗാധമായ സ്ഥലങ്ങളിൽ ചെന്ന് അവൻ നശിക്കുകയും ചെയ്യും. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അള്ളാഹു വിശ്വസിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കഴിയുന്നവൻ തൗഹീദിന്റെ അനുയായി, അവനെ സംബന്ധിച്ചിടത്തോളം മനോഹരമായ, അങ്ങേയറ്റം ശക്തമായ, എന്നും നിലനിൽക്കാൻ അർഹമായ ഒരാദർശത്തിന്റെ ഉടമ എന്ന നിലക്ക് ഷജറത്തുൻ തയ്യിബ പോലെ, നല്ല വൃക്ഷം പോലെ, അസ്ലുഹാ സാബിത്തുൻ വേരുറച്ച മരം, വഫർഉഹാ ഫിസ്സമാ ആകാശത്ത് പന്തലിച്ച് നിൽക്കുന്ന ശാഖകളുള്ള മരം, ആളുകൾക്ക് എപ്പോഴും ഫലം നൽകുന്ന മരം. ആ നിലക്ക് അടിസ്ഥാനപരമായ വിശ്വാസവും പരോപകാരവും മനുഷ്യ സ്നേഹവും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മാതൃക മനുഷ്യനായിത്തീരും ഈ വിശ്വാസമുള്ള മനുഷ്യൻ. ഇതാണ് യഥാർത്ഥത്തിലുള്ള മതത്തിന്റെ കാഴ്ചപ്പാട് എന്ന് ബോധ്യപ്പെടുത്തുമ്പോൾ മതത്തെ ഭൗതിക ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നത് കുറ്റകരമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കും. നമുക്കങ്ങനെ സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ നോക്കൂ, നാട്ടിലുള്ള ഒരു പുതിയ പ്രവണത ജാതിയും ഉപജാതിയും മതവുമൊക്കെ, ആ മതത്തെയും വിശ്വാസത്തെയും ഒക്കെ രാഷ്ട്രീയമാക്കുകയാണ്. ഇസ്ലാമിനെ രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കുകയും ദുരുപയോഗം ചെയ്യുകയും ചെയ്തപ്പോ 50-60 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ പ്രമുഖരായ ഇസ്ലാഹി പണ്ഡിതന്മാർ പറഞ്ഞു, അത് പാടില്ല, അത് അപകടമാണ്. ശരിയാണ്, ഇന്ത്യ രാജ്യത്തെ മുഴുവൻ കാര്യങ്ങളും ഇസ്ലാമികമല്ല, സർക്കാരിന്റെ ആനുകൂല്യങ്ങളും ഇസ്ലാമികമല്ല. എങ്കിൽ പോലും ഈ രാജ്യത്തെ നിയമവും ജനാധിപത്യവും ഇവിടുത്തെ ഭരണകൂടവും നൽകുന്ന ആനുകൂല്യങ്ങൾ അനുഭവിച്ച് പോരായ്മകൾ പരിഹരിക്കാൻ ശ്രമിക്കുക, അതാണ് നമുക്ക് വേണ്ടത് എന്ന്. അന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു സമ്പൂർണ്ണ ഇസ്ലാമിക രാഷ്ട്രമില്ലാത്തതിന്റെ പേരിൽ നിലനിൽക്കുന്ന ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത, മുസ്ലിങ്ങൾക്ക് ജീവിത സൗകര്യം ഉറപ്പുവരുത്തുന്ന ഏതെങ്കിലും സംഘങ്ങളിൽ പ്രവർത്തിക്കുന്നത് ശിർക്കാവില്ല എന്ന് നമ്മുടെ ആളുകൾ പറഞ്ഞപ്പോഴേ അതിനെ ഒരു ഇസ്ലാമിനെ അപൂർണമാക്കി കരുതിയ ആളുകളുണ്ട്. ആ ആളുകൾ 60 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇന്ത്യയുടെ ജനാധിപത്യ മതേതര സങ്കല്പങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുസ്ലിങ്ങളും അല്ലാത്ത ആളുകളുമായി കൂടിച്ചേർന്നുകൊണ്ട് നീതിയും ന്യായവും ഉറപ്പുവരുത്തുന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ പോവുകയാണ് പല ആളുകളും. അപ്പൊ നോക്കൂ, 60 കൊല്ലം പുറകിലായിരിക്കും നമ്മൾ. 60 കൊല്ലം പുറകിലായിരിക്കും. കാലം പിന്നെയും മുന്നോട്ട് പോകും. കേരളത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസം മലയാളത്തിലാക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നൊരു ചർച്ച ഉണ്ടായിരുന്നു 10 വർഷങ്ങൾക്ക് മുമ്പ്. അങ്ങനെ ഉണ്ടല്ലോ, എല്ലാത്തിലും ഒരു പ്രാദേശികത്വവും ഇതൊക്കെ വരുമ്പോൾ അങ്ങനെ പറയാം. അപ്പൊ കുറെ ആളുകൾ എഴുതി മലയാളത്തിലാക്കണം, റഷ്യൻ ഭാഷയിലാണ്, ചൈനയിൽ ചൈനീസ് ഭാഷയിലാണ് മെഡിസിൻ, എഞ്ചിനീയറിംഗ്, ശാസ്ത്രമൊക്കെ പഠിക്കുന്നത്, നമ്മൾക്കത് മതി. അന്ന് മാതൃഭൂമി വീക്കിലിയിൽ ഒരു ഡോക്ടർ എഴുതിയ ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്, എന്താ പറയുക, ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള മെഡിക്കൽ ഗ്രന്ഥങ്ങൾ മുഴുവൻ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ 50 കൊല്ലം വേണ്ടി വരും. ജേണലുകൾ, ലോകത്ത് നടക്കുന്ന റിസർച്ചുകളെല്ലാം ഇംഗ്ലീഷിലാണ് അധികവും വരുന്നത്. അത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമുക്ക് ആളുകൾക്ക് കിട്ടാൻ വർഷങ്ങൾ വേണ്ടി വരും. അപ്പൊ തരക്കേടൊന്നുമില്ല, മലയാളം നല്ല മനോഹരമാണ്, നല്ല ഭാഷയാണ്. 50 കൊല്ലം ബാക്കിലായിരിക്കും മെഡിസിൻ, മതിയോ? എങ്കിൽ നിങ്ങൾ മലയാളത്തിൽ പഠിച്ചോളൂ. ഇങ്ങനെ പോയാൽ 60 കൊല്ലം മുമ്പ് നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യം മനസ്സിലായി വരാൻ പിന്നെ 60 കൊല്ലം കഴിയും എന്ന് പറഞ്ഞാൽ
ആ കാലഘട്ടം ഒരു ആയുഷ്കാലമാണ്. അപ്പോഴേക്ക് ലോകത്ത് എന്തെല്ലാം നടന്നിരിക്കും, എന്തെല്ലാം നഷ്ടപ്പെട്ടിരിക്കും, എന്തെല്ലാം കാര്യങ്ങളിൽ മാറ്റം വന്നിരിക്കും. തൗഫീഖ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദീൻ കൃത്യമായി മനസ്സിലാക്കി പോകുമ്പോൾ അള്ളാഹ് നൽകുന്ന ഒരു ദാനമാണ്, ഒരു ദാനം. ആ തൗഫീഖാണ് യഥാർത്ഥത്തിൽ. ഇപ്പൊ ഇന്ന് ഞാൻ പുസ്തകം വായിച്ചു, ഫിഖ്ഹുൽ വാഖിഅ. ഫിഖ്ഹുൽ വാഖിഅ എന്ന് പറഞ്ഞാൽ നാം ജീവിക്കുന്ന കാലം, സ്ഥലം, അത് പരിഗണിച്ചുകൊണ്ട് അത് നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഇസ്ലാമിക വീക്ഷണം കണ്ടെത്തുക എന്നുള്ളതാണ് ഫിഖ്ഹുൽ വാഖിഅ എന്ന് പറഞ്ഞാൽ. അതൊരു വലിയ വിഷയമാണ്. ഇന്ത്യൻ സാഹചര്യമാവില്ല അറേബ്യൻ സാഹചര്യം, ഇതാവില്ല അമേരിക്കൻ സാഹചര്യം. അടിസ്ഥാനം എന്താണെങ്കിലും പലപ്പോഴും ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന യാഥാർത്ഥ്യങ്ങൾക്കനുസൃതമായി ഇജ്തിഹാദുകൾ വേണ്ടിവരും. ഇജ്തിഹാദ് ഗവേഷണമാണത്, റിസർച്ചാണ്. ഗവേഷണം നിന്നുപോയാൽ ഇസ്ലാമിന്റെ ചൈതന്യം പോയി. അതുകൊണ്ട് തന്നെയാണ് തഖ്ലീദിന് വിരുദ്ധമായി ഇജ്തിഹാദിനെ ഉയർത്തിക്കൊണ്ടുവരികയും ആ ഇജ്തിഹാദിലൂടെ ജനങ്ങൾക്ക് ഇസ്ലാമിന്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യുന്നത്. നാം ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വയനാട് സമ്മേളനത്തോടനുബന്ധമായി രൂപീകരിച്ച അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുവാനുള്ള ചില പ്രവർത്തനങ്ങളുമായി പോയപ്പോഴേ നാം കാണുന്നത് എന്താണെന്നറിയോ? നാം കാണുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ തന്നെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. കേരളമല്ല ബീഹാർ, ബീഹാറിലെ അനുഭവമല്ല യുപിയിലുള്ള അനുഭവമല്ല ഹൈദരാബാദ്. അങ്ങനെ ഓരോ സ്ഥലത്തും വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തിൽ നമുക്ക് ആളുകൾക്ക് നൽകേണ്ട അടിയന്തര പ്രാധാന്യമുള്ള കുറെ വിഷയങ്ങളും. അതിൽ നിങ്ങൾ നോക്കൂ, ഡൽഹിയിൽ നമ്മൾ വിളിച്ചു ചേർത്ത ഒരു ഇസ്ലാമിക് സെമിനാറിൽ ഇന്ത്യയിലെ 12 സംസ്ഥാനങ്ങളിൽ നിന്ന് ഏതാണ്ട് 50ഓളം പ്രമുഖരായ ആളുകളെ നമ്മൾ വിളിച്ചുകൊണ്ടുവന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ ആളുകൾക്ക് ഉയർന്നു വരണമെങ്കിൽ ഇനിയും ഒരുപാട് ഉദ്ബോധനം വേണമെന്ന്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ മുസ്ലിം അഫയേഴ്സിന് ചാർജുള്ള ഡോക്ടർ സഫർ മഹ്മൂദ്, ഡൽഹിയിലെ മൈനോറിറ്റി കമ്മീഷൻ ചെയർമാൻ കമാൽ ഫാറൂഖി, ഇതുപോലുള്ള ആളുകളെ വിളിച്ച് ഈ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു എന്താണ് മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന പ്രവർത്തനം, എന്താണ് പ്രധാനമന്ത്രിയുടെ 15 പരിപാടിയിൽ മൈനോറിറ്റിക്കും മുസ്ലിങ്ങൾക്കും വേണ്ടിയുള്ളത്, എന്താണ് കേന്ദ്ര വഖഫ് കൗൺസിലും സംസ്ഥാന വഖഫ് ബോർഡുകളും ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ, സർക്കാർ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി മാത്രമുണ്ടാക്കിയ മൗലാന ആസാദ് ഫൗണ്ടേഷൻ എന്തെല്ലാം സേവനങ്ങളാണ് മുസ്ലിം സമുദായത്തിന് ചെയ്യുന്നത്. ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ നാം ക്ഷണിച്ചു വരുത്തിയിട്ടുള്ള പല ആളുകൾക്കും എങ്ങനെയാണൊരു സംഘടനയുണ്ടാക്കുക, എങ്ങനെയാണൊരു ട്രസ്റ്റ് രൂപീകരിക്കുക, എങ്ങനെയാണ് ഫോറിൻ കോൺട്രിബ്യൂഷന് പെർമിഷൻ കിട്ടുക, എങ്ങനെയാണ് ഒരു സൊസൈറ്റിക്ക് ബൈലോ ഉണ്ടാക്കുക, ഇതറിയാത്ത ആളുകളുണ്ട്. ഇവരുടെ മുമ്പിൽ ഇതാണ് അടിസ്ഥാനം. അവർ വളർന്നവർ, അവർ അഖീദയിൽ യാതൊരു കുഴപ്പമില്ല, തൗഹീദുള്ളവരാ, സുന്നത്തിനോട് താല്പര്യമുള്ളവരാ, വളരെ ഭക്തന്മാരായ ആളുകളാ. ഇപ്പൊ നോക്കൂ, മദ്രസ മോഡേണൈസേഷൻ ഒരു പദ്ധതിയാണല്ലോ. ആ പദ്ധതിക്ക് എതിരാരാന്നറിയോ? മുസ്ലിങ്ങൾ എന്നാണല്ലോ. ലക്നൌവിൽ ഒരു സമ്മേളനം വിളിച്ചു ചേർത്തു മുസ്ലിം പണ്ഡിതന്മാർ. എന്തിനാണെന്നറിയോ? അവർ വിളിച്ചു ചേർത്തത് സർക്കാർ മദ്രസ പരിഷ്കരിക്കാൻ ഒരു സ്കീം ഉണ്ടാക്കുന്നുണ്ട്, അതിനെ എതിർക്കാൻ.